ട്രിവാൻഡ്രം എയർപോർട്ട് ഫുൾ ശവായി. കുറച്ച് സമയം കൂടെ മാത്രമല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇവിടെ പടവക്കിലെടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവൻ 1010 എണ്ണ അടിച്ചിട്ടുണ്ട്. ഹേ ഗൈസ്, അപ്പം പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ചേട്ടനെ വിളിക്കാനായിട്ട് ട്രിവാൻഡ്രം എയർപോർട്ട് വരെ പോവാണ് ഗൈസ്. ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാനൊരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പൊ അതിൽ കുറെ പേര് വന്ന് പറഞ്ഞ് ആ ലോങ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പം എന്തായാലും ഇന്ന് അതൊരു ലോങ് വീഡിയോ ആക്കാന്ന് വിചാരിച്ചു ഗൈസ്. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. മമ്മി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അടിപൊളിയിൽ ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. ഞാനൊരു വൈറ്റ് പാന്റ്, ഒരു ഷൂസ് ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഷർട്ട് ഗൈസ്. എന്തായാലും നമ്മൾ നേരെ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. നമ്മുടെ സ്കൂട്ടി അവിടെ ഇരിപ്പുണ്ട്. സ്കൂട്ടി കയറ്റി വെച്ചിട്ട് നമ്മളെ കാർ ഇറക്കിയാണ് ഗൈസ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഗൈസ് അങ്ങോട്ട് പോകാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ബാപ്പു. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഈ മമ്മിയുടെ വണ്ടി എടുത്തിട്ട് കടക്കകത്ത് കയറ്റണം ഗൈസ്. അപ്പം നമുക്ക് ഈ ഷർട്ട് ഒന്ന് പൊക്കാം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ കാർ കിടക്കുന്നപ്പോ കാർ എടുക്കണം, പോണം. ഓക്കെ, അപ്പം ഗൈസ് ഈ വണ്ടി ഒന്ന് കയറ്റിട്ട് കാറൊക്കെ ഇറക്കിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ, കാർ വരാം. ഓക്കെ, അപ്പം ഗൈസ് നമ്മളെ V3 എടുത്ത് പെഡോക്കിൽ കറക്റ്റ് ഇവിടെ വയ്ക്കണം ഗൈസ്. ചേട്ടൻ വരാതെ വീട്ടിൽ പോലും കയറാതെ ഫസ്റ്റ് തന്നെ കട വന്നായിരിക്കും ഗൈസ് തുറക്കുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ V3യുടെ ചാവി ചേട്ടൻ്റെ കയ്യിൽ കൊടുക്കണം. ഭയങ്കര പട്ടി ശല്യം ഗൈസ്, പട്ടിയുടെ ഭയങ്കര ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം ഗൈസ് നമുക്ക് പെഡോക്കിൽ V3 എടുത്ത് ഇവിടെ വയ്ക്കാം കേട്ടോ. ഓക്കെ, ഗൈസ് നമ്മുടെ V3 ഇവിടെ പെഡോക്കിൽ എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ചേട്ടൻ വന്ന ഉടനെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് ഗൈസ്. എൻ്റെ ഒരു ഗസ്റ്റാണ്. അപ്പം ഗൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. കാറൊക്കെ ഇവിടെ റെഡിയാണ്. സ്കൂട്ടി എടുത്ത് ഉള്ളി വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഓക്കെ, ബാബോരി നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ട് പോകാനായിട്ട് പോവാണ്. അമ്മ എങ്ങനെയുണ്ട്? ഹാപ്പിയാണോ? ചേട്ടനെ കാണാല്ലേ? എത്ര ആള് കൂടിയാണ്? 5 വർഷമായല്ലേ? 5 വർഷമായിട്ടോ. അയ്യോ, സീരിയസായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലോങ് പീരീഡ് ആണ്. ഇടയ്ക്ക് പിന്നെ ഞാനും മമ്മിയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഇത്തിരി സീനായി പോയി. കാരണം 5 വർഷം എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ ഞാൻ ആലോചിച്ച് നോക്കുമ്പോ ഒന്നും പറയില്ല. അപ്പൊ എന്തായാലും ഇന്ന് ചേട്ടനെ കാണാം കേട്ടോ. അപ്പം പോകുന്ന വഴിയൊക്കെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ, കുറച്ച് പെട്രോൾ അടിക്കാനായിട്ട് വന്നേനെ കേട്ടോ. ഒരു 1010 അടിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ മീറ്റർ അപ്പുറത്തല്ലേ. ഇതിപ്പോ നമുക്ക് ഒരു 1010 എണ്ണ അടിച്ചിട്ടുണ്ട് കേട്ടോ. 1010 കാണാലോ അല്ലേ? 1010 എണ്ണ അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ, ക്യാഷ് കൊടുത്തോ? അടച്ചടച്ചടച്ച് ഇനിയിപ്പം ഗൈസ് നേരെ ട്രിവാൻഡ്രം എയർപോർട്ട് കേട്ടോ. ഓക്കെ, പോകുന്ന വഴിക്കൊക്കെ വരാം കേട്ടോ ഗൈസ്. അപ്പം നമ്മള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. തിരക്ക് കാണിച്ചു കൊടുത്തേ അങ്ങോട്ട് കാണിച്ചേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് പോകുന്നത്. എന്തായാലും ഭയങ്കര ഹാപ്പിനെസ് ഗൈസ്. ഇപ്പൊ ഇത് ഞാൻ ഇപ്പൊ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പണ്ട് ഞാൻ എന്റെ കൊച്ചിലെയൊക്കെ പപ്പ ഗൾഫിൽ തന്നെയായിരുന്നു ഗൈസ്. അപ്പം കൊച്ചിലെ പപ്പ വരാൻ നേരത്ത് ഞാനും എന്റെ ചേട്ടനും കൂടെ പോയി വണ്ടിയൊക്കെ വിളിക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഓട്ടത്തിനായിട്ട് വിളിക്കും. എന്നിട്ടായിരുന്നു പപ്പേനെ വിളിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പം എന്താണ് ചേട്ടനെ വിളിക്കാനായിട്ട് നമ്മളെ സ്വന്തം കാറിൽ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ ഈ മൊമെന്റിൽ ചെറിയൊരു വിഷമമായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ വരുന്നില്ല കേട്ടോ. അതാണ് മെയിൻ ആയിട്ട് കാര്യം. മമ്മിക്കായാലും എനിക്കായാലും ചേട്ടനായാലും നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പം അപ്പം ഇപ്പൊ ഉടനെ ഇല്ല കേട്ടോ. അപ്പം കുറച്ച് കഴിഞ്ഞ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കേസ്. അപ്പം കുറച്ച് ഇഷ്യൂസ് അവിടെ ഉണ്ട്. അതുകൊണ്ട് പപ്പ ഇപ്പോഴേ വരുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ ചേട്ടനെ വിളിക്കാനായിട്ട് പോവാണ് കേട്ടോ. നല്ല എക്സൈറ്റഡ് കേട്ടോ. അപ്പം നമ്മൾ എത്താറായി. ഇപ്പം ചേട്ടൻ അവിടെ 7 മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. ഇപ്പം സമയം ഏകദേശം 6:30 കഴിഞ്ഞു കേട്ടോ. എത്താറായി ഏകദേശം എത്താറായി. ട്രിവാൻഡ്രം എത്താറായി. ചേട്ടാ അവിടെ 7 മണിക്ക് ഇറങ്ങിയാലും അവിടുത്തെ കുറച്ച് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. 7:30 കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങുള്ളൂ. എന്നാ പിന്നെ കുഴപ്പമില്ല. ഒന്ന് പതുക്കെ എത്തിയാൽ മതി. അപ്പൊ നമ്മൾ മെയിൻ റോഡിൽ കയറുകയാണെങ്കിൽ ഒന്നൊന്ന് കാല് കൊടുത്താടാ. റോഡിലൊക്കെ ഇച്ചിരി കത്തിച്ച് പോകാൻ പറ്റുമോ? അടിപൊളി റോഡ് കേട്ടോ. റോഡാണ്. ജസ്റ്റ് അങ്ങോട്ട് ഗിയർ ഡൗൺ ചെയ്ത് കാലങ്ങോട്ട് കൊടുക്കണം. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. എന്തായാലും ചേട്ടനെ കാണണം ഗൈസ്. നല്ല എക്സൈറ്റഡ് ആണ്. പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് കേട്ടോ. എയർ അറേബ്യ ആണ് കേട്ടോ ചേട്ടൻ വരുന്ന ഫ്ലൈറ്റ്. എയർ അറേബ്യ ആണ് കേട്ടോ ഗൈസ്. ഓക്കെ,
അപ്പം ഗൈസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ വണ്ടി ഓഫ് ചെയ്യണം. അപ്പോൾ എത്ര നേരത്തെ വീഡിയോ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. മമ്മിയാണ് ഷൂട്ട് ചെയ്തത് ഗൈസ്. കിട്ടിയിട്ടുണ്ടാകുന്നൊന്നും അറിയത്തില്ല. അപ്പം നേരെ നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പോകണം കേട്ടോ. ഏകദേശം സമയമായി കേട്ടോ. അമ്മ ഇങ്ങോട്ട് പോണ്? ഇങ്ങോട്ട് പോമി. ചേടാ മമ്മിക്ക് സ്ഥലം അറിയാൻ വയ്യേ. അയ്യോ. ഓ ഗൈസ് ട്രിവാൻഡ്രം എയർപോർട്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. മമ്മി സ്ഥലം അറിയാൻ കേട്ടോ. മമ്മി ആദ്യമേ നേരെ അങ്ങോട്ട് പോവാ. ഇവിടെക്കാൻ വയ്യേ. ആ കൊള്ളാം. പുതിയ പുതിയ പേഴ്സാണല്ലോ. പിടിച്ചത് പിടിച്ചേ. പോവാം. ഫോണൊന്നും എടുത്തോട്ടോ. നമ്മുടെ ഫോണൊക്കെ എടുത്ത് കൈ പിടിക്കാൻ പോകുന്ന കേട്ടോ. ആ അടിപൊളിയാട്ടോ. നല്ല കാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതോ എല്ലാ ആൾക്കാർ പോകുന്നതിൻ്റെ അതിലേ നടന്നങ്ങ് പോകാം കേട്ടോ. എന്നിട്ട് നേരെയും കാത്തിൽ ഇന്ന് ചേട്ടൻ വിളിച്ചില്ലല്ലേ? സമയമായിട്ടില്ല കേട്ടോ. അന്നേ ഇറങ്ങിയിട്ടേ ഉള്ളു. കുഴപ്പമില്ല. എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ചെത്തല്ലേ? മമ്മിയുടെ ഔട്ട്ഫിറ്റ് നോക്കൂ ഗൈസ്. ഏതാ റേഞ്ച്? ആ ഇതിലേ വണ്ടി ഇങ്ങോട്ട് പോരും. എക്സിറ്റ് ഗൈസ്. അപ്പം നമുക്ക് അവിടെയാണ് കേട്ടോ പോകേണ്ടത്. ആ നിങ്ങൾ കാണുന്നുണ്ടോ? ആ ഇവിടെയാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. ഓക്കേ. ഇവിടെ ഗൈസ് തേഞ്ഞ് വഴി അടച്ചേക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേ പോവാ. കോമഡി ആയിട്ടില്ലടാ ഫുള്ള്. ചെരുപ്പൊക്കെ നോക്ക് ഗൈസ്, തിളങ്ങുന്നു കേട്ടോ. വേറൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇതേപോലെ എൻ്റെ ചേട്ടനും വരും ഗൈസ്. ഓ എക്സൈറ്റഡ് കൂടുന്നു. ഇനി കുറച്ച് സമയം കൂടെ മാത്രമല്ല കേട്ടോ. ഈ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് സമയം കൂടെ മാത്രമേ ഉള്ളൂ ചേട്ടനെ കാണാനായിട്ട്. എന്തായാലും വരുന്നതിന് മുന്നേ വരുന്നതിന് മുന്നേ ചേട്ടൻ എന്നെ വിളിക്കും കേട്ടോ. വിളിക്കാന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ബ്ലോഗൊക്കെ പിടിച്ച് പോകുമ്പോഴത്തേക്കാണ് എല്ലാവരും നോക്കുന്നുണ്ട് കേട്ടോ. എന്താ ഈശോടെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അമ്മ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ചേട്ടൻ വരാൻ കുറച്ചും കൂടി കഴിയും. എന്തായാലും ഇവിടെ വരാൻ നേരത്തെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ഇടാന്നാണ് കേട്ടോ പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ നോക്കാം. ഓക്കെ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കുണ്ട്. ചേട്ടൻ എത്തി കേട്ടോ. ഇതാണ് കേട്ടോ ഗീതു ചേച്ചി. എങ്ങനെയായിരുന്നു യാത്ര? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? അയ്യോ ചേട്ടൻ വന്നിരിക്കുകയാണ്. ഇതാണ് ചേട്ടൻ കേട്ടോ. അതെ മമ്മി, ഇതാണ് ഗീതു ചേച്ചി. ഏതാ ഗീതു ചേച്ചി വന്ന അമേസ് ആണ് ഗീസ്. ഗീതു ചേച്ചിയോടെ ഗീതു ചേച്ചി ബൈ. ഈ ഫോൺ കഴിക്കാണ് കേട്ടോ. ഓക്കെ ബൈ. നട്ടോ. ഓക്കെ. 5 വർഷത്തിന് ശേഷല്ലേ? 5 വർഷത്തിന് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ 5 വർഷം കഴിഞ്ഞു. അയ്യോ ചേട്ടൻ കുറെ പേര് കണ്ടില്ലാതൊക്കെ പറയുന്നുണ്ട് ഗീസ്. അപ്പൊ ഇതാണ് എന്റെ ചേട്ടൻ. കാണാതിരിക്കുവായിരുന്നു. ഇൻസ്റ്റയിലൊന്നും വലിയ ആക്റ്റീവ് ഒന്നും അല്ല. അവിടുത്തെ ജോലി തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും മമ്മി വിസിറ്റിങ്ങിനായിട്ട്. അപ്പം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പം കുറച്ച് ലേറ്റായിട്ടേ വരത്തുള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പം ചേട്ടനും മമ്മിയൊക്കെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് കാർ എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ചേട്ടൻ നമ്മുടെ കാറിൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വണ്ടി കാണുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. റിയാക്ഷൻ നോക്കാം കേട്ടോ. ഓക്കെ. എങ്ങനെയുണ്ട് വണ്ടി? ഇതൊക്കെ പൊളിക്കാൻ നമ്മളോടിക്കാൻ പോയല്ലേ വണ്ടി. ഇപ്പം ഇവിടുന്ന് ചേട്ടൻ വണ്ടി എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ ഇവിടെ കൊപ്പയിൽ സീറ്റിലിരിക്കുകയാണ്. അമ്മ ഇതാ ബാക്കിലുണ്ടോ? അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക്. ഓക്കെ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം കേട്ടോ. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര സീൻ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചേട്ടൻ ഇവിടെ അവിടെ ലെഫ്റ്റ് സൈഡ് അല്ലേ സ്റ്റിയറിംഗ്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തെ ഈ വൈപ്പറൊക്കെ പിടിച്ചിട്ട് കേട്ടാ. ഭയങ്കര ഷോക്കാണ്. നമ്മൾ 5 കൊല്ലം വണ്ടി ഓടിച്ചിട്ട്. അതാണ് സംഭവം. അതായത് നമ്മൾ സൈഡ് മാറുമ്പോൾ അതിന്റെ വ്യത്യാസം ഉണ്ടാവും. അതെ അതെ. അറിയാൻ വയ്യ. നമ്മളിവിടെ കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ. അമ്മയിൽ പോട്ടെ.
ഓർഡർ ചെയ്ത ഫുൾ ഷവായി എടുത്തോ കൊറേ ഉണ്ടല്ലേ. ഇങ്ങനെ കേരള ഫുഡ് വേണ്ടോ മീൻ അടിപൊളി കേട്ടോ, കഴിച്ചിട്ടോ. അപ്പൊ നമ്മള് വീടെത്താറായി കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ട് പോകാൻ കേട്ടോ. കത്തിച്ചോണ്ടിരിക്കുക റോഡിലൊന്നും ഒരു വണ്ടികൾ പോലും ഇല്ല കേട്ടോ. ചേട്ടനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അമ്മ ബാക്കിൽ പോയിട്ട്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഗൈസ്. അപ്പൊ ഇതുപോലെ ലോങ് വീഡിയോ ഇനി വേണമെന്നുണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് അടിച്ചോ ഗൈസ്. അപ്പം ഇതിനും വെറൈറ്റി വീഡിയോസ് ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം ഗൈസ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയല്ലോ. ബൈ ബൈ ബൈ.